ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പടം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ പപ്പട ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 6 പപ്പടം എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 10-15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി ചിരവി വെച്ചിട്ടുണ്ട്. 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് കാച്ചിയെടുക്കണം. അതിനായി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കണം. പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ പപ്പടം ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പപ്പടം മുഴുവനും അങ്ങനെ കാച്ചിയെടുക്കണം. പപ്പടം ഇപ്പോൾ ഞാൻ കോരി എടുക്കുകയാണ് എണ്ണയിൽ നിന്ന്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് നമ്മുടെ കുഞ്ഞുള്ളി ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇട്ട് കൊടുത്തു. ജസ്റ്റ് അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി മുളകും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തു. നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിത് മിക്സിക്കകത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാനിതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പം. കാരണം നമ്മുടെ പപ്പടത്തിൻ്റെ അകത്ത് ഉപ്പുള്ളത് കാരണം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. അത് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനൊന്നും ഇട്ടിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, ഉള്ളിയുടെയൊക്കെ കളറ് മാറി നന്നായിട്ട് വഴന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കണം. അതിനുശേഷം അതിൻ്റെ ചൂട് ആറിയിട്ട് വേണം മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പുളി ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പടം കൂടി ഇട്ട് കൊടുക്കണം. പപ്പടം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ വീണ്ടും ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് നാവിൽ വെള്ളം ഊറും, അതേപോലെയാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. എൻ്റെ കയ്യിൽ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, കാരണം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടാണ് ഇളക്കിയത്. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പറ്റാവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.